നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാനും നിങ്ങളിത് കാണാനും ഇടയായത് സാക്ഷാൽ ചോറ്റാനിക്കര അമ്മ നിമിത്തമാണ്. ഭഗവതിയാണ് എന്നെക്കൊണ്ട് ഇന്ന് ഇതിവിടെ പറയിച്ചത് നിങ്ങളിത് കേൾക്കാൻ ഇടയായത്. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് പറയാൻ പോകുന്നത് ചില നാളുകാരെ പറ്റിയാണ്. ഈ നാളുകളിൽ ജനിച്ച ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് ഈ പിറക്കാൻ പോകുന്ന പുതുവർഷം 2026 ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾ അവരെ പറഞ്ഞ് ചോറ്റാനിക്കര വിടണം കേട്ടോ. കാരണം ചോറ്റാനിക്കര അമ്മയുടെ വിളി വന്നിരിക്കുകയാണ്. എൻ്റെ പ്രശ്നത്തിൽ തെളിഞ്ഞ കാര്യമാണ്. ഈ നാളുകാർ ചോറ്റാനിക്കര നടയിൽ പോയി അമ്മയെ കണ്ടു തൊഴുത് പ്രാർത്ഥിച്ചാൽ ഇവരുടെ ജീവിതം രക്ഷപ്പെടും. ഇവരുള്ള വീടുകൾ, ആ വീട് തന്നെ ഐശ്വര്യത്താൽ രക്ഷപ്പെടുന്നതായിരിക്കും. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് ഈ നാളുകാർ. ഭഗവതിയുടെ വിളി വന്നിരിക്കുകയാണ്. യാതൊരു കാരണവശാലും ഇത് കാണുന്നവര് അമ്മയെ കാണാൻ പോകാതിരിക്കരുത്. അടുത്ത 6 മാസത്തിനുള്ളിൽ, അതായത് പുതുവർഷം പറന്ന് 6 മാസത്തിനകത്ത് മതി. ഉടനെ ധൃതി വെക്കേണ്ട. ചോറ്റാനിക്കര പോയി ഭഗവതിയെ കാണുക, പ്രാർത്ഥിക്കുക. അമ്മ നിങ്ങളെ എല്ലാ അനുഗ്രഹങ്ങളും ആ ദർശനത്തോടു കൂടി നൽകി നിങ്ങൾ വീട്ടിൽ തിരിച്ചെത്തുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിലെ വിജയവും ഉയർച്ചയും ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. ഒരുപക്ഷെ ഇന്ന് വരെ ചോറ്റാനിക്കര പോകാൻ പറ്റാത്ത ആളുകൾ വരെ ഇത് ഒരുപക്ഷെ കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കൊക്കെ നേരമായി കേട്ടോ. ഭഗവതി വിളിക്കുകയാണ്. ഈ നാളുകാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിർബന്ധിച്ചായാലും പറഞ്ഞ് ചോറ്റാനിക്കര അമ്മയുടെ നടയിൽ വിടുക. ഭഗവതിയെ പോയി കണ്ട് തൊഴുത് പ്രാർത്ഥിക്കട്ടെ. എല്ലാ ദുഃഖ ദുരിതങ്ങളും, നാളിതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന സകല സങ്കട ദുരിതങ്ങളും ഭഗവതി തീർത്തു തരും. സർവദുഷ്ടനാശിനിയാണ് ഭഗവതി. സർവസങ്കടങ്ങളെയും തീർത്തു തരുന്നവളാണ്. അഭീഷ്ട വരദായിനിയാണ് ചോറ്റാനിക്കരയമ്മ. ആ അമ്മയുടെ അനുഗ്രഹം കിട്ടിയിരിക്കും എന്നുള്ളതാണ്. പോകുന്ന സമയത്ത് ഞാനൊരു വസ്തു വാങ്ങിക്കൊണ്ടു പോകാൻ പറയാം. അതും നിങ്ങൾ വാങ്ങിക്കൊണ്ട് വേണം ചോറ്റാനിക്കര അമ്മയെ കാണാൻ പോകാനായിട്ട്. അത് ഞാൻ വീഡിയോയുടെ അവസാനം വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പം കേട്ടു നോക്കൂ ഏതൊക്കെയാണ് ആ നാളുകാർ. ഈ നാളുകാർ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് മറക്കണ്ട, അമ്മയെ പോയി കാണൂ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതാണ്. ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു കാർത്തികക്കാരനോ കാർത്തികക്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ വഴിത്തിരിവാകുന്ന പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വർഷമാണ് 2026. വഴിത്തിരിവ് എന്ന് പറയുമ്പോൾ നല്ലതും മോശവും ആവാം കേട്ടോ. ആ നല്ലതും മോശവും എന്നുള്ളത് വേർതിരിക്കുമ്പം അതെല്ലാം നല്ലതായി തീരാൻ ഈ ചോറ്റാനിക്കര ദർശനം നിങ്ങൾക്ക് ഉതകും എന്നുള്ളതാണ്. പറ്റിയാൽ 2026 തുടക്കത്തിൽ തന്നെ ആദ്യത്തെ ഒരു 3-4 മാസത്തിനകത്ത് പോകാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. സമയം കണക്കാക്കി നിങ്ങളുടെ സൗകര്യത്തിന്, ഭഗവതി ഇന്ന നേരമൊന്നും പറയുന്നില്ല, നിങ്ങളുടെ സൗകര്യത്തിന് ഈ പുതുവർഷത്തിൻ്റെ ആദ്യത്തെ ഒരു 3-4 മാസത്തിനകത്ത് ആ തിരുനടയിൽ ചെന്നാൽ മതി. പോയി മേൽക്കാവിലമ്മയും കീഴ്ക്കാവിലമ്മയും കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് എന്തൊക്കെ അമ്മയോട് അറിയിക്കാനുണ്ടോ എല്ലാം അറിയിച്ചു വരൂ. ആ യാത്രയോടുകൂടി നിങ്ങളുടെ ജീവിതം ഐശ്വര്യത്തിൻ്റെ കൊടുമുടി കയറും എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ കാർത്തികക്കാർ അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തിക ദുരിതങ്ങളുണ്ട്, ജീവിതത്തിൽ രോഗദുരിതങ്ങളുടെ അങ്ങും ഇങ്ങുള്ള പ്രശ്നങ്ങളുണ്ട്, ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ കിടന്ന് അടിക്കുന്നുണ്ട്, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാതെ തടസ്സം വീണ് കിടപ്പുണ്ട്. ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ആ തിരുനടയിൽ ചെന്നേ ആകണം എന്നുള്ളതാണ്. കാർത്തികക്കാരുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന വർഷമായി 2026 മാറും. നിങ്ങൾ ചോറ്റാനിക്കര അമ്മയെ പോയി തൊഴു. അമ്മ കരുണാമയിയാണ്, ഒരിക്കലും കൈവിടത്തില്ല. എന്ത് സങ്കടം ചെന്ന് പറഞ്ഞാലും അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ്, ചെന്ന് അമ്മയെ കണ്ട് എന്ത് സങ്കടം പറഞ്ഞാലും അതിന് പരിഹാരം ഭഗവതി നിങ്ങൾക്ക് കാണിച്ചു തരും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ നക്ഷത്രം കാർത്തികയാണ്. പോകുമ്പം വെറും കൈയോടുകൂടി പോകരുത്. ഞാൻ വീഡിയോയുടെ അവസാനം ഒരു കാര്യം പറഞ്ഞു തരാം. അതുമായിട്ട് വേണം നിങ്ങൾ അമ്മയെ കാണാൻ പോകേണ്ടത്. അതുമായിട്ട് പോയി കണ്ട് അത് അമ്മയ്ക്ക് സമർപ്പിച്ച് തൊഴുതാൽ ഗംഭീരമായി എന്ന് പറയാം. ഇതാണ് ഒന്നാമത്തെ നക്ഷത്രം. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു വിശാഖം നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം അവരോട് പറയണം. ഒരുപാട് കഷ്ടകാലം ഇവരുടെ ചുറ്റും കിടന്ന് കറങ്ങി അടിക്കുന്നുണ്ട്. അതൊക്കെ
ഒക്കെ മാറുന്ന ഒരു കാലമാണ് ഈ 2026 വർഷം എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാം പിറകിൽ ഭഗവതിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. ഭഗവതിയുടെ അനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിലെ അനർത്ഥങ്ങളും കഷ്ടപ്പാടും ദുരിതങ്ങളും തീർത്തു തരാൻ പോകുന്നത്. ആ ഭഗവതിയിൽ ഏറ്റവും പ്രിയപ്പെട്ടവളാണ് സാക്ഷാൽ ചോറ്റാനിക്കര അമ്മ എന്ന് പറയുന്നത്. അമ്മയെ നിങ്ങൾ ചെന്ന് കാണേണ്ട ഒരു കാലമാണ്, അല്ലെങ്കിൽ ഒരു വർഷമാണ് ഈ 2026 എന്ന് പറയുന്നത്. പോകുമ്പം വെറും കയ്യുമായിട്ട് പോകരുത്. ഞാൻ വീഡിയോയുടെ അവസാനം ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. അതുമായിട്ട് ആ ഒരു വസ്തുവായിട്ട് ചെന്ന് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യം കൂടുതൽ ഗംഭീരമാകും. വിശാങ്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിലെ ഒരുപാട് മനപ്രയാസങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്ന പല സങ്കട ദുരിതങ്ങളും ഭഗവതി തീർത്തു തരുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. വിശാങ്കാര് വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരോട് പറയണം. നിർബന്ധിച്ചാണെന്നുണ്ടെങ്കിലും അവരെ ചോറ്റാനിക്കര പറഞ്ഞു വിടണം. അമ്മയുടെ അനുഗ്രഹം കിട്ടും, ജീവിതം രക്ഷപ്പെടുന്നതായിരിക്കും. രണ്ടാമത്തെ നക്ഷത്രം വിശാഖമാണ്. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടംകാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ശ്രദ്ധിച്ചോണേ. എന്താ ശ്രദ്ധിച്ചോണേ എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഈ വർഷത്തിൻ്റെ അവസാന സമയങ്ങളിലും ഈ വർഷത്തിൻ്റെ തുടക്ക സമയത്തുമൊക്കെ വല്ലാത്ത രീതിയിലുള്ള മനപ്രയാസങ്ങളും വേണ്ടാത്ത ചിന്തകളും ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു പോയി എന്നൊരു ചിന്തയും, അല്ലെങ്കിൽ ജീവിക്കുന്നതിന് എന്താണ് അർത്ഥം എന്നൊരു ചിന്തയും ഒക്കെ മനസ്സിൽ തോന്നി വല്ലാതെ വിഷമിച്ചു പോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഉത്രാടംകാർ കടന്നു പോകുന്നത്. ഉത്രാടംകാർ നേരിട്ട് ഇത് കേൾക്കുന്നുണ്ട്, ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വേറെ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പം നിലവിൽ നിങ്ങളുടെ അവസ്ഥ നോക്കിയാമുണ്ട്, എല്ലാം ഉണ്ട്, ഒന്നുമില്ല എന്നൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ദുഃഖങ്ങളെല്ലാം തീർത്തു തരും കേട്ടോ ചോറ്റാനിക്കര ഭഗവതി. പോയി കാണുകയേ വേണ്ടൂ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും തീർത്തു തരാൻ ഭഗവതി ഒരുങ്ങിയിരിക്കുന്ന സമയമാണ് കേട്ടോ. അമ്മയെ പോയി കണ്ട് എന്തൊക്കെ വിഷമങ്ങളുണ്ടോ, എന്താണ് നിങ്ങൾക്ക് പറയേണ്ടത്, എന്താണ് മനസ്സിൽ കൊണ്ടു നടക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, എല്ലാം പറഞ്ഞു വരൂ. ഒരത്ഭുതം പോലെ, ഒരുപക്ഷെ നിങ്ങൾ പോലും വിശ്വസിക്കില്ല എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടായോ എന്നുള്ളത്. പുതുവർഷം തുടങ്ങി അവസാനിക്കുന്നതിന് മുമ്പ്, പുതിയ വർഷം 2026 തീരുന്നതിന് മുമ്പ് എല്ലാത്തിനും മാറ്റങ്ങൾ ഉണ്ടാകും. ജീവിതം ഐശ്വര്യത്തിൻ്റെ കൊടുമുടി കയറും. സാക്ഷാൽ രാജയോഗം വരെ കിട്ടാനുള്ള അവസ്ഥ ഇതിലൂടെ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. ജീവിതത്തിലെ ദുഃഖം തീർക്കാനായിട്ട് ഭഗവതി കാണിച്ചു തന്നൊരു വഴിയാണ്. അമ്മയെ പോയി കാണും. പോകുമ്പം വെറും കൈയോടുകൂടി പോകണ്ട. വീഡിയോയുടെ അവസാനം ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. അങ്ങനെ പോയി കാണുക. അതിൻ്റെ ഗുണം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും മൊത്തത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതായിരിക്കും. ഇതാണ് മൂന്നാമത്തെ നക്ഷത്രം. നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിരക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദോഷങ്ങൾ, ദുരിതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പൊതുവെ കണ്ട ഒരു വർഷമാണ് കഴിഞ്ഞ 2 വർഷം എന്ന് പറയുന്നത്. ചിത്തിരക്കാർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കേണ്ട, ആ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും ഒന്നിനു പിറകെ ഒന്നായിട്ട് വന്ന സങ്കടങ്ങളിൽ നിന്നുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കേണ്ട ഒരു വർഷമായിട്ടാണ് 2026 കാണാൻ സാധിക്കുന്നത്. 26 ദോഷങ്ങളൊക്കെ മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ, ദോഷങ്ങൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര അമ്മയെ പോയി കാണുന്നത് ഏറ്റവും ഉത്തമമാണ് കേട്ടോ. നിങ്ങൾ എന്ത് കാര്യം, എന്ത് സങ്കടം, എന്ത് പ്രയാസം ഭഗവതിയെ ചെന്ന് കണ്ട് പറഞ്ഞാലും അതിന് പരിഹാരം ഭഗവതി ഉണ്ടാക്കി തരുന്നത്. അതിന് ഭഗവതി ഒപ്പം ഇറങ്ങി വന്ന്, വേണ്ടി വന്നാൽ പ്രത്യക്ഷത്തിൽ വന്ന് സഹായിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഭഗവതി എന്നുള്ളതാണ്. എൻ്റെ പ്രശ്നത്തിൽ കണ്ടത് തെറ്റില്ല, വളരെ അച്ചിട്ടായിട്ട് പറയുകയാണ്. ചിത്തിരക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രയാസത്തിലും നിങ്ങൾ ചോറ്റാനിക്കര അമ്മയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങി നോക്കൂ. നിങ്ങൾക്ക് അദൃശ്യമായ ഒരു കരങ്ങളുടെ, അല്ലെങ്കിൽ അദൃശ്യമായ ഒരു ശക്തിയുടെ ബലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ കാര്യങ്ങളിലെല്ലാം ഭഗവതി കൂടെ വരും, നടത്തിത്തരും എന്നുള്ളതാണ്. ചിത്തിരക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോറ്റാനിക്കര പോകാൻ പറയണം. പറ്റിയാൽ ആദ്യത്തെ ഒരു 4 മാസത്തിനുള്ളിൽ, വിഷുവിന് മുമ്പ് പോകാൻ പറയണം. പോയാൽ ഏറ്റവും ഉഗ്രനായിരിക്കും എന്നുള്ളതാണ്. പോകുമ്പം വെറും കൈയോടുകൂടി പോകരുത്. വീഡിയോയുടെ അവസാനം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം എല്ലാ നാളുകാർക്കും വേണ്ടി. ആ ഒരു കാര്യമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരമായിരിക്കും എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കാൻ പോകുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. പൊതുവെ ഈശ്വരാധീനം വർദ്ധിക്കുന്ന വർഷമാണ്
2026 എന്ന് പറയുന്നത്. തൃക്കേട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് തന്നെ അറിയാം ഇവരുടെ ജീവിതത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. അത് നടന്നെങ്കിൽ മാത്രമേ ജീവിതത്തിന് മുന്നോട്ട് പോകുമ്പം ഉയർച്ചയും അർത്ഥവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഉറപ്പായിട്ടും തൃക്കേട്ടക്കാർക്ക് അറിയാം. അങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന ഒരു വർഷമാണ് 2026. അതെല്ലാം മംഗളമായിട്ട് നടക്കണം, അതെല്ലാം ഭംഗിയായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോറ്റാനിക്കര ചെല്ലണം കേട്ടോ. ഈ വർഷത്തിൻ്റെ ആദ്യം തന്നെ എപ്പോഴെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ, ഒരു ജനുവരി ഫെബ്രുവരി മാർച്ചിനകത്ത് പോകാൻ പറ്റുമെങ്കിൽ പോയാൽ ഏറ്റവും നല്ലതാണ്. അമ്മ കാത്തിരിക്കുകയാണ്, ചെന്ന് കണ്ടാൽ മതി. നിങ്ങൾ ചോദിക്കുന്നതും മനസ്സിലുള്ളതും ഒക്കെ ഇനി ഒന്നും ചെന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും മനസ്സറിഞ്ഞ് ഭഗവതി എല്ലാം നൽകും. നിറഞ്ഞ മനസ്സോടെ അമ്മ നിൽക്കുകയാണ്, അമ്മ അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. തൃക്കേട്ടക്കാർ ചെല്ലേണ്ടേ വേണ്ടൂ. അത് ചെല്ലുന്നതോടുകൂടി ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും വന്നു നിറയുകയും ചെയ്യുന്നതാണ്. വീട്ടിലൊരു തൃക്കേട്ടക്കാരനോ തൃക്കേട്ടക്കാരിയോ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പറഞ്ഞു വിടുക, നിർബന്ധിച്ചായാലും കൊണ്ടുപോവുക. ചോറ്റാനിക്കര നടയിൽ ചെന്നാൽ ജീവിതം മാറും എന്നുള്ളതാണ്. ഈ നക്ഷത്രക്കാർ പോകുന്ന സമയത്ത്, ചോറ്റാനിക്കരയ്ക്ക് പോകുന്ന തൃക്കേട്ടക്കാർ പോകുന്ന സമയത്ത് ഞാൻ വീഡിയോയുടെ അവസാനം ചില കാര്യങ്ങൾ പറയാം. ആ ഒരു വസ്തു കൂടി കയ്യിൽ കൊണ്ടുപോയി അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഏറ്റവും ഗംഭീരമാകും എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകംകാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അനുഭവിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല എന്നൊരവസ്ഥയാണ് കഴിഞ്ഞ കുറച്ചു കാലം ഇവരെ പഠിപ്പിച്ചത് എന്ന് പറയുന്നത്. ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോയവരാണ് ഈ മകം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. മകംകാരെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. കഴിഞ്ഞ കുറച്ച് കാലം വളരെ ദോഷകാലമായിരുന്നു, വളരെ പ്രശ്നങ്ങളായിരുന്നു. ജീവിതത്തിൽ പലതും കൈവിട്ടു പോയ കാലമായിരുന്നു. ജീവിതത്തിൽ സ്വന്തമായത് പലതും നഷ്ടപ്പെട്ട കാലമായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് അനർത്ഥങ്ങൾ കറങ്ങിയടിച്ച് സ്വസ്ഥത എന്തെന്നറിയാത്ത കാലമായിരുന്നു. അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു സമയത്തിലേക്കാണ് മകം നക്ഷത്രം നടന്നെടുക്കുന്നത്. അതിൻ്റെയൊക്കെ ഐശ്വര്യം വരാൻ പോകുന്നത് സാക്ഷാൽ ഭഗവതിയിൽ നിന്നാണ്. ചോറ്റാനിക്കര ചെന്ന അമ്മയെ കണ്ടു കഴിഞ്ഞാൽ അതിൽ പരമൊരു പുണ്യം ഈ ഒരു മാറ്റം കാലത്ത്, അല്ലെങ്കിൽ ഈ മാറ്റം നടക്കാൻ പോകുന്ന കാലത്ത് മകം നക്ഷത്രക്കാർക്ക് കിട്ടാനില്ല എന്നുള്ളതാണ്. എടുത്തു പറയുന്നു, മകം നക്ഷത്രക്കാർ ചോറ്റാനിക്കര ചെല്ലണം, ഭഗവതിയെ കാണണം, നിങ്ങളുടെ സങ്കടങ്ങൾ പറയണം, നിങ്ങളുടെ ആവശ്യങ്ങൾ പറയണം, ഭഗവതിക്ക് വേണ്ട നേർച്ച ചെയ്യണം. ഞാൻ വീഡിയോയുടെ അവസാനം ഒരു നേർച്ച പറഞ്ഞു തരാം. ആ നേർച്ച മകംകാർ അമ്പലത്തിൽ ചെയ്യണം. അതും കൂടെ ചെയ്യാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിടിച്ചതിനേക്കാളൊക്കെ വലിയ സൗഭാഗ്യങ്ങളായിരിക്കും ജീവിതത്തിൽ വരുന്നത്. നനച്ചതിനേക്കാൾ വലിയ സൗഭാഗ്യങ്ങളായിരിക്കും ജീവിതത്തിൽ വരുന്നത്. ഒരുപക്ഷെ ഒരിക്കലും നടക്കില്ല, അല്ലെങ്കിൽ ഒരിക്കലും കഴിയില്ല എന്ന് വിചാരിച്ച പല ഐശ്വര്യങ്ങളും നിങ്ങളെ തേടി വരുന്ന ഒരു കാലമായിരിക്കും പിറക്കാൻ പോകുന്നത്. അപ്പം മകംകാർ വീട്ടിലുണ്ടേ പറയാൻ മറക്കല്ലേ കേട്ടോ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാടംകാരെ സംബന്ധിച്ചിടത്തോളവും നേരത്തെ പറഞ്ഞ പോലെയാണ്, ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷമാണ് 2026. 2026 മൊത്തത്തിൽ നോക്കിക്കാണുമ്പോൾ ദോഷങ്ങളൊക്കെ അങ്ങും ഇങ്ങും ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും നേട്ടങ്ങൾ ഒരുപാട് നേടാനുള്ളതാണ്. ഒരുപാട് കടമ്പകൾ ജീവിതത്തിൽ കടക്കാനുള്ള വർഷമാണ് 2026. ആ കടമ്പകളൊക്കെ കടന്ന് മുന്നേറാനായിട്ട് ഭഗവതി മുന്നിൽ നിന്ന് നയിക്കണം എന്നുള്ളതാണ്. ഭഗവതി വേണം മുന്നിൽ നിൽക്കാനായിട്ട്. അപ്പം പൂരാടംകാർക്ക് ആ ഭഗവതിയുടെ ചൈതന്യം മുന്നിൽ നിന്ന് നയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോറ്റാനിക്കര ദർശനം ഏറ്റവും കെങ്കേമമായിട്ടുള്ള സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. പൂരാടംകാർ ചോറ്റാനിക്കര ചെന്ന് അമ്മയെ കണ്ട്, ഞാനൊരു കാര്യം, ഒരു വഴിപാട് വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. അതും കൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും തീർത്തു തരും ഭഗവതി. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവതി ഇറങ്ങി വരും. ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടത്തിൽ ഭഗവതിയുടെ ആ ശക്തി നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും. ജീവിതം രക്ഷപ്പെടും എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു അവിട്ടം നക്ഷത്രക്കാരനോ ഒരു അവിട്ടം നക്ഷത്രക്കാരിയോ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. 2026 വല്ലാത്ത ദോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു വർഷമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക്. ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞിരുന്നു ഒരുപാട് ദോഷങ്ങളെക്കുറിച്ച്. അവിട്ടം നക്ഷത്രത്തിൻ്റെ ഡീറ്റെയിൽഡ് ഫലം ചെയ്ത സമയത്ത് അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, അവിട്ടം നക്ഷത്രക്കാർക്ക് കഷ്ടകാലമുണ്ട്, ദുരിതമുണ്ട്, ദുഃഖങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പോലും വിചാരിക്കാത്ത കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ചെന്ന് പെട്ട് കിടന്ന് വിഷമിക്കേണ്ടി വരുന്നത്. അങ്ങനെ ദുരിതപൂർണമായിട്ടാണ് 2026 ഫലം പറഞ്ഞപ്പം കൂടുതലും അവിട്ടം നക്ഷത്രത്തിനെ കാണാൻ സാധിച്ചത്. ആ അവിട്ടം നക്ഷത്രക്കാരുടെ ദോഷങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ സാക്ഷാൽ ചോറ്റാനിക്കര അമ്മയുടെ ഒരു അനുഗ്രഹം അവിട്ടംകാർക്ക് വേണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവിട്ടം നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ട്, ബാക്കി ഞാൻ പറയാൻ പോകുന്ന 9 നാളുകാരും ചോറ്റാനിക്കര പോകാൻ പറ്റിയില്ലെങ്കിലും വിടാം, പക്ഷേ അവിട്ടംകാർ നിർബന്ധമായിട്ട് പോകണം കേട്ടോ.
ആ ഭഗവതിയുടെ കടാക്ഷം ഉണ്ടെങ്കിലേ രക്ഷയുള്ളൂ എന്നുള്ളതാണ്. അതാണ് അവിട്ടംകാരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഭഗവതിയെ പോയി കണ്ട് തൊഴുത് ഞാനൊരു വഴിപാട് വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം. അതും അങ്ങ് ചെയ്ത് പ്രാർത്ഥിച്ച് തൊഴുത് വന്നാൽ മതി. ബാക്കി എല്ലാം അവിടുന്ന് നോക്കിക്കൊള്ളും. ഒരു ദോഷവും ഇനി ഏറ്റവും വലിയ ശക്തി നിങ്ങളെ എതിർക്കാൻ നിന്നാലും അതൊന്നും ഏൽക്കില്ല. ഭഗവതി മുന്നിൽ നിന്ന് നയിച്ചുകൊള്ളും. സർവം മംഗളമായി കിട്ടും എന്നുള്ളതാണ്. വിട്ടുകളയരുത് അവിട്ടംകാർ. നിസ്സാര കാര്യമല്ല. ഞാൻ വീഡിയോയുടെ അവസാനം വഴിപാട് പറഞ്ഞുതരാം. അതും കൂടെ ചെയ്യാമെങ്കിൽ ഏറ്റവും ഗംഭീരമായി എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന, മാറ്റങ്ങൾ നടക്കാൻ പോകുന്ന ഒരു വർഷമാണ് 2026. ആ മാറ്റങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി വരാനായി ചോറ്റാനിക്കര ദർശനം ഏറ്റവും വേണ്ട സമയം കൂടാകട്ടോ. ചോറ്റാനിക്കര അമ്മയെ, നമുക്ക് ഉള്ള ശക്തിസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമ്മയാണ് ചോറ്റാനിക്കര അമ്മ എന്ന് പറയുന്നത്. ആ ചോറ്റാനിക്കര അമ്മയെ പോയി കണ്ട് പ്രാർത്ഥിച്ചാൽ, വിഷുവിന് മുമ്പ് പോകാൻ പറ്റുമെങ്കിൽ, വിഷുവിന് മുമ്പ് പോയി തൊഴാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും കെങ്കേമോ എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഭഗവതി നിങ്ങൾക്ക് നടത്തിത്തരും. അമ്മയെ കണ്ടുപോയി പ്രാർത്ഥിച്ച് പറയുന്ന ഏത് കാര്യവും നിങ്ങൾ ആവശ്യപ്പെട്ടാലും അത് നിങ്ങൾക്ക് വരമായിട്ട് നൽകി അനുഗ്രഹിക്കാനായി ഭഗവതി പ്രസാദിച്ചിരിക്കുന്ന നേരമാണ് കേട്ടോ. ചെന്ന് ചോദിക്കുകയേ വേണ്ടുള്ളൂ, ചെന്ന് പ്രാർത്ഥിക്കുകയേ വേണ്ടുള്ളൂ. ഭഗവതി ഒപ്പം വരും. എല്ലാം മംഗളമായി കിട്ടും എന്നുള്ളതാണ്. വിട്ടുകളയരുത് രോഹിണിക്കാരോട് പറയുക എന്നുള്ളതാണ്. അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. പൂരംകാരുടെ കാര്യം കാണുന്ന സമയത്ത് പൂരംകാർക്ക് രാജയോഗം വരെ സിദ്ധിക്കാനുള്ള അവസരം ഇവരുടെ മുന്നിലുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെ മുന്നിൽ ഒരു പുകമറ നിൽക്കുകയാണ്. എല്ലാം ഉണ്ട്, സൗഭാഗ്യങ്ങൾ നേടാനുള്ള എല്ലാ അവസ്ഥയും ഇവരുടെ കൺമുന്നിലുണ്ട്. പക്ഷേ അതിനെല്ലാം തടുത്തുകൊണ്ട് ഒരു മറ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു വിഘ്നമാണ്, അതൊരു ദോഷമാണ്, അല്ലെങ്കിൽ അതൊരു അനർത്ഥമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പൂരംകാരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. അത് തച്ചുടയ്ക്കണം. അതൊക്കെ നീക്കി, ആ തടസ്സങ്ങൾ നീക്കി അതിന് പിന്നിലുള്ള ആ സൗഭാഗ്യം നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഭഗവതിയെ പ്രാർത്ഥിക്കണം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചോറ്റാനിക്കര പോകാൻ പറ്റുമെങ്കിൽ ചോറ്റാനിക്കര അമ്മയെ പോയി കാണണം കേട്ടോ. അമ്മയെ പോയി കണ്ടാൽ അതിന് ഗുണം കിട്ടുന്ന ഒരു സമയമാണ് ഈ 2026 വർഷം എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു 6 മാസത്തിനകത്തോ പറ്റിയാൽ വിഷുവിന് മുമ്പോ, ഏപ്രിൽ മാസം പകുതിക്ക് മുമ്പോ അത്തരത്തിൽ ചോറ്റാനിക്കര ചെന്ന് തൊഴാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഗംഭീരമായിട്ട് വരും എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്ന നിസ്സാരമായിട്ട് കണ്ട് കളയരുത്. നിങ്ങളുടെ ജീവിതത്തിലും മാറ്റത്തിൻ്റെ കാലം വരാൻ പോവുകയാണ്. ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. അത് വന്നു ചേരണമെന്നുണ്ടെങ്കിൽ ഈ ദർശനം ഏറ്റവും ഗംഭീരമായിരിക്കും എന്നുള്ളതാണ്. അപ്പം അവസാനത്തെ നക്ഷത്രമാണ് പൂരം നക്ഷത്രം എന്ന് പറയുന്നത്. ഇപ്പം ഞാനിവിടെ ഏകദേശം 10 നാളുകാരുടെ കാര്യമാണ് പറഞ്ഞത്. ഈ 10 നാളുകാരും ചോറ്റാനിക്കര പോകാൻ പോകുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന 2-3 കാര്യങ്ങൾ ചെയ്തിട്ട് വേണം പോകാൻ കേട്ടോ. ഒന്നാമത്തെ എന്ന് പറയുന്നത് നല്ല ഒരു ചുവന്ന പട്ട് ഭഗവതിക്ക് വേണ്ടി വാങ്ങിക്കണം. അതായത് കീഴ്ക്കാവിലമ്മയ്ക്കും മേൽക്കാവിലമ്മയ്ക്കും 2 ഭഗവതിമാർക്കും 2 പട്ട് വാങ്ങിക്കണം കേട്ടോ. 2 പട്ട് വാങ്ങിച്ച് ഓരോ രൂപ നാണയം ഉണ്ടാവുമല്ലോ, കയ്യിൽ ഓരോ രൂപ ചില്ലറ മാറി ഓരോ രൂപ നാണയവും വെച്ച്, പട്ടും നാണയവും അവിടെ ചെന്ന് ഭഗവതിക്ക് ഒരു ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി എന്ന് പറയുന്ന പുഷ്പാഞ്ജലിയുണ്ട്. ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി അതല്ലെന്നുണ്ടെങ്കിൽ ഭഗവതി സൂക്ത പുഷ്പാഞ്ജലിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രീ സൂക്ത പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ് പുഷ്പാഞ്ജലി നടത്താൻ പറ്റും. ഈ 3 പുഷ്പാഞ്ജലികളിൽ ഏതെങ്കിലും ഒരെണ്ണവും കൂടെ അതിൻ്റെ കൂടെ രസീതാക്കി. 3 പുഷ്പാഞ്ജലിയുണ്ട്, ശ്രീ സൂക്തം, ഭഗവതി സൂക്തം. അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നടത്താൻ പറ്റുന്നതെന്ന് വെച്ചാൽ ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു പുഷ്പാഞ്ജലിക്കും കൂടെ രസീതാക്കി ആ പുഷ്പാഞ്ജലി രസീതും പട്ടും, ചുവന്ന പട്ടും 1 രൂപ നാണയവും ആ നടയ്ക്കൽ സമർപ്പിക്കുക. പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് ഒരിടത്ത് നടത്തിയാൽ മതി. ആ പട്ടും നാണയവും സമർപ്പിക്കുന്നത് 2 നടകളിലുമായിട്ട് സമർപ്പിക്കുക. ഒരു ചുവന്ന പട്ടും 1 രൂപ നാണയവും നിങ്ങളുടെ പേരിൽ മനസ്സിൽ നേർന്ന് അല്ലെങ്കിൽ രസീതാക്കി നിങ്ങളുടെ പേരിലെന്നും പറഞ്ഞ് ഭഗവതിക്ക് സമർപ്പിക്കുക. പോകുമ്പം വെറും കയ്യുമായിട്ട് പോകരുത്, ഇതുമായിട്ട് വേണം പോകാനായിട്ട്. ചിലർക്കൊരു സംശയം ഉണ്ടാവും, പട്ട് അവിടെ ചെന്ന് വാങ്ങിയാൽ മതിയോന്ന്. അങ്ങനെ ആയാലും മതി. പക്ഷേ നാണയം വീട്ടിൽ നിന്ന് പോകുമ്പം തന്നെ വീട്ടിൽ വിളക്ക് കത്തിച്ച് വിളക്കിൻ്റെ മുമ്പിൽ നിന്ന് ഒന്ന് തലയ്ക്ക് ഒഴിഞ്ഞിട്ട് ആ നാണയമായിട്ട് പോവുക. അത് അവിടുന്ന് പട്ട് വാങ്ങി പട്ടിനോടൊപ്പം വെച്ച് കൊടുത്താലും മതി എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യം വിട്ടുകളയരുത്, ഇത് ചെയ്യുക തന്നെ വേണം. എന്തെങ്കിലും സംശയങ്ങൾ ഞാൻ ഈ പറഞ്ഞതിലുണ്ടെങ്കിൽ ചോദിക്കാം, മറുപടി പറയുന്നതാണ്. ദർശനമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കാം. ജഗദീശ്വരി അനുഗ്രഹിക്കട്ടെ, എൻ്റെ അമ്മ മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.